മോഹൻലാലിൻ്റെ നായികമാരെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് ലാലിൻ്റെ സംവിധായകരെ പറ്റി പറയുമ്പോഴും. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ഫാസിൽ മുതൽ ഇപ്പോൾ ലാൽ ചെയ്യുന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ ബ്ലസ്സി വരെ മലയാളത്തിലെ എത്രയോ സംവിധായകർ ലാലിനെ വിവിധ കഥാപാത്രങ്ങളാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും സമാഗമത്തിൻ്റെ വേദിയിൽ, അല്ലെങ്കിൽ അവർ ചിലരെയെങ്കിലും പോലും സമാഗമത്തിൻ്റെ വേദിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ലാലിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത 2 സംവിധായകരാണുള്ളത്. ഒന്ന് മെയിൻ സ്ട്രീം സിനിമയിലെ സിബി മലയിലും, മറ്റൊന്ന് നമ്മുടെ ലോക പ്രശസ്തനായ സംവിധായകനായ ശ്രീ ഷാജി എൻ കരുണും. അതിൽ ആദ്യത്തെ അതിഥി ശ്രീ സിബി മലയിലാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. എത്ര നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ലാലിന് സിബിച്ചാൻ്റെ സിനിമയിൽ നിന്ന്? 2 ആദ്യത്തേത് കിരീടത്തിന് ഒരു സ്പെഷ്യൽ മെൻഷനാണ്. ഭരതത്തിനാണ് നാഷണൽ ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡ് കിട്ടുന്നത്. ആദ്യം ലാലിനെ കാണുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഇൻ്റർവ്യൂ നവോദയയിലാണ്. അതിൻ്റെ ഇൻ്റർവ്യൂ ആണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് പുതിയ ആൾക്കാരെ എടുക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. ഇൻ്റർവ്യൂവിന് ശേഷം ലാലിനെ സെലക്ട് ചെയ്തു, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ലാലിനെ സെലക്ട് ചെയ്തതിന് ശേഷം ലാൽ വീണ്ടും 2ാമത് വിളിപ്പിച്ചപ്പോൾ അവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് 2ാമത്തെ പ്രാവശ്യം കാണുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ലാൽ പോകുമ്പോൾ ലാലിനെ സെലക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ അത് ലാലിൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞില്ല. എന്നിട്ട് ലാൽ തിരിച്ച് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ നമുക്കറിയാം ഇയാളാണ് അടുത്ത നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആളെന്നുള്ളത്. പിന്നീട് ലാൽ വരുന്നത് ലൊക്കേഷനിലാണ്, കൊടൈക്കനാലിൽ വരുമ്പോൾ ഫാസിലും ഞാനും ജിജോയൊക്കെ കൂടെ ഒരു വീടെടുത്ത് താമസിക്കുന്നത്. അപ്പോൾ ലാലിന് താമസിക്കാനായിട്ട് ഒരു ഹോട്ടലാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ലാൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ താമസിച്ചോളാം, കാരണം എനിക്ക് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് പരിചയമായി ഒന്ന് സ്മൂത്തായി കഴിഞ്ഞാൽ. അതുകൊണ്ട് ആദ്യത്തെ കുറേ ദിവസം എൻ്റെ സീൻ ഷൂട്ട് ചെയ്തു. ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പിന്നെ ഞങ്ങളുടെ കൂടെയായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു റൂമിൽ തന്നെ താമസിക്കുകയും 10-15 ദിവസം ഷൂട്ടിങ്ങിൻ്റെ കൂടെ ഇടയ്ക്ക് അസിസ്റ്റൻ്റ് ഡയറക്ടറാവും, ക്ലാപ്പ് അടിക്കും, അങ്ങനെയൊക്കെ മൊത്തം ലൊക്കേഷനിലുണ്ടാവില്ല. അത് അങ്ങനെ ഒരു പരിചയം വന്നതിന് ശേഷമാണ് ആദ്യത്തെ സീൻ എടുക്കുന്നത്. ഇൻ്റർവ്യൂവിന് സിനിമയുടെ ഇൻട്രഡക്ഷൻ തന്നെയായിരുന്നു ആദ്യത്തെ സീൻ. അതാണ് ഷൂട്ട് ചെയ്തത് അല്ലേ? റോഡിൽ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അത് എന്താണ്, ഗുഡ് മോർണിംഗ് മിസ് പ്രഭാ നരേന്ദ്രൻ എന്ന് പറഞ്ഞു വരുന്നത് അല്ലേ? ഇൻ്റർവ്യൂവിനും ആ സീൻ തന്നെയാണ് പെർഫോം ചെയ്തത്. ഇൻ്റർവ്യൂവിന് എന്തായിരുന്നു? 2-3 തരത്തിലുണ്ടായിരുന്നു ആണല്ലേ? അന്ന് ഇൻ്റർവ്യൂവിന് ഏറ്റവും കുറവ് മാർക്കിട്ട ആൾ സിബിച്ചാനാണെന്നാണ് പൊതുവെ പറയുന്നത്. എന്നെക്കാളും കുറവ് മാർക്കിട്ടത് ജോസ്മാനാണ്. ശരി. അല്ല, പക്ഷെ അങ്ങനെ ഏറ്റവും കുറവ് മാർക്കിട്ട ആളാണ് പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാനുള്ള കഥാപാത്രങ്ങൾ ലാലിന് ചെയ്തു കൊടുത്തത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പം അന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയിരുന്നോ ഈ മോഹൻലാൽ എന്ന് പറയുന്നത്? ഏറ്റവും കുറവ് മാർക്കിട്ടിട്ട് ലാലിൻ്റെ ഇത് അപ്പിയറൻസിൽ നമുക്കൊരു അതുവരെ വന്നവരൊക്കെ ഫാസിലിൻ്റെ മനസ്സിലുണ്ടായിരുന്ന രൂപത്തോടെ ഏറ്റവും അനുയോജ്യമായത്. അതുകൊണ്ടാണ് ഫാസിലും ജിജോയുമാണ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തതിൻ്റെ. വളരെ വ്യത്യസ്തമായൊരു റോളായിരുന്നു സതയം എന്ന ചിത്രത്തിൽ അല്ലേ? വളരെ അന്തർമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഒരു സമൂഹത്തിൻ്റെ ഒരു മോശം വഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി 2 പെൺകുട്ടികളെ നിഷ്കരണം കൊന്നുകളയുന്ന, തൂക്കുമരത്തിലേറുന്ന ഒരു കഥാപാത്രം. അന്ന് അത് ചെയ്യുമ്പോഴുള്ള ഒരു ഫീലിംഗ് എന്തായിരുന്നു? ആ കഥാപാത്രത്തിൻ്റെ ഞങ്ങൾക്ക് 2 പേർക്കും ആ സിനിമയെ സംബന്ധിച്ചുള്ള ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ലാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സബ്ഡ്യൂഡായിട്ടുള്ള, വളരെ കൺട്രോൾഡായിട്ടുള്ള, ഒരുപാട് ലൗഡായിട്ടുള്ള ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. പിന്നെ ഒരു ജയിലിനകത്തുള്ള, എന്നെ സംബന്ധിച്ചോളം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് എനിക്കും ഷൂട്ട് ചെയ്യാനുള്ളത്. ഒരു ചെറിയ സെല്ലിൻ്റെ ഉള്ളിലാണ് എനിക്ക്. അതിനകത്തുകൊണ്ട് ടെക്നിക്കലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതികളുണ്ട്. ഷോട്ട് വെക്കാനും ഒരു ട്രോളിയോ ഒന്നും ഇടാൻ, അതൊക്കെ വളരെ പരിമിതമായിരുന്നു. പക്ഷേ ഞങ്ങൾ 2ഉം അക്കാര്യത്തിൽ ആ പരിമിതികളെ ഓവർകം ചെയ്തു. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത ഏറ്റവും നല്ല വർക്ക് ആസ് എ ഡയറക്ടർ അത് തന്നെയാണ്. അല്ല, അതിലെ റിയാക്ഷൻസൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ലാലിനോട് പോലീസ് ഓഫീസർ വന്നിട്ട് പറയുന്നത് ദയാഹർജി തള്ളി എന്ന് പറയുമ്പോൾ ലാൽ ചിരിക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയിട്ട് ലാൽ ഒരു വല്ലാത്ത ചിരിയാണ് ഇരിക്കുന്നത്. ശിക്ഷ ഇളവ് ചെയ്ത് തൂക്കിക്കൊല മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ ലാൽ കരയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് റിയാക്ഷൻസും വല്ലാത്ത മേക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. എനിക്കൊന്നും ലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ നമുക്ക് എടുത്തു പറയുന്നൊരു കഥാപാത്രങ്ങളെ പറയുന്ന കൂട്ടത്തിൽ ആദ്യം പറയേണ്ട ഒരു റോള് സത്യത്തിൽ തന്നെ. ഞാനെപ്പോഴും ലാലിനോട് അത് പറയാറുള്ളതാണ്. പക്ഷെ പല ആൾക്കാരും പിന്നെ പറഞ്ഞിട്ടുണ്ട്,
ഇത്തരം സിനിമകൾ എടുക്കരുതെന്ന് സുബി എടുത്ത് പറയണം, ഇത്തരം സിനിമകളിൽ അഭിനയിക്കരുത്, കാര്യം അത്രയും ബെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് ആ സിനിമയുടെ എല്ലാ സിനിമകളും അവർക്കത് കാണാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പലരും പറയുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടും കിരീടത്തിലെ ലാലിൻ്റെ പെർഫോമൻസ് വളരെ നല്ല പെർഫോമൻസാണ്, ഔട്ട്സ്റ്റാൻഡിങ് തന്നെയാണ്. പക്ഷേ അതിനേക്കാളും അതേ കഥാപാത്രത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടുള്ള ചെങ്കോലിൽ ചെയ്ത പെർഫോമൻസാണ് എനിക്ക് കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത്. ജീവിതം നഷ്ടപ്പെട്ടു പോയ തെരുവിലേക്ക് നോക്കി നിന്നിട്ട് അയാൾ തിരിച്ചു വന്ന് ഈ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് സ്വന്തം ഇമേജിനെ നോക്കിക്കൊണ്ട് പറയുന്ന ആ ഒരു സീനാണ്. മൊത്തമായിട്ടും ആ സീനിൽ ഈ കഥാപാത്രം ശരിക്കും സേതുമാധവൻ എന്ന് പറയുന്ന ആളുടെ അനുഭവം മുഴുവൻ പ്രേക്ഷകരിലേക്ക് പകരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഷിബിയുടെ സിനിമകളിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അക്കാഡമിക്കായിട്ടും എന്നാൽ കൊമേഴ്ഷ്യലായിട്ട് ഹിറ്റായ സിനിമകളാണ് എല്ലാം. ഹിസൈനസ് അബ്ദുള്ള, ഭരതം, കമലദളം, ദശരഥം, കിരീടം. ഈ പറഞ്ഞ കൂട്ടത്തിലെ ദശരഥത്തിലെ കഥാപാത്രത്തെ പലപ്പോഴും പരാമർശിക്കപ്പെടാതെ പോയൊരു കഥാപാത്രമാണ്.